പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇന്നൊരു അനിൽ നമ്പ്യാർ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? TP ചന്ദ്രശേഖരനെ കമ്മ്യൂണിസ്റ്റുകാർ കൊന്ന ദിവസമാണ്. ഇന്ന് KK രമ അവിടെ മുന്നിട്ട് നിൽക്കുകയാണ്. ഇന്ന് ആ 51 വെട്ടിന്റെ ഓർമ്മ ദിവസമാണല്ലോ. TP ചന്ദ്രശേഖരനെ CPM ക്രിമിനൽ പൊളിറ്റിക്സിനുള്ള ശക്തമായിട്ടുള്ള തിരിച്ചടി മാത്രമല്ല, ഭരണം 10 വർഷം കേരളത്തെ ഭരിച്ച് മുടിപ്പിച്ചതിനുള്ള ഏറ്റവും വലിയ ഒരു തിരിച്ചടിയാണ് പറയുന്നത്. വളരെ നേരത്തെ ആയി പോയോന്ന് എനിക്ക് അറിയില്ല. അനിൽ നമ്പ്യാർ, ശ്യാം ഗൗതം എങ്ങാനും CPM-ന്റെയും LDF-ന്റെ ഒരു ന്യായീകരണം എന്ന് പറഞ്ഞിരുന്നത് ജയിക്കാനുള്ള സാധ്യത ഭരണത്തോട് എതിർപ്പുണ്ടാവാം, ഭരണവിരുദ്ധ വികാരം ഉണ്ടാകാം, പക്ഷേ ലോക്കൽ MLA-യോട് എതിർപ്പില്ല, അതുകൊണ്ട് ജയിക്കുമെന്നാണ്. അങ്ങനെയെങ്കിൽ അതുപോലും പാടില്ല എന്ന് പറഞ്ഞ് കിഫ്ബി എടുത്തു വെച്ചിരുന്ന ഹോർഡിംഗ് പാറശാല മുതൽ മഞ്ചേശ്വരം വെച്ച് അവിടെയൊക്കെ പിണറായി വിജയന്റെ മുഖവും ഭരണമോർപ്പിക്കുന്ന ഹോർഡിംഗും വെച്ചത് ആരുടെ ബുദ്ധി, ആരുടെ KSRTC ബസ്സുകൾ വിട്ടോ? ഒരൊറ്റ KSRTC ബസ് ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഇതാ നേരത്തെ പറഞ്ഞ ഇരവിപുരത്ത് അഡ്വക്കേറ്റ് വിഷ്ണു മോഹൻ RSPയുടെ സ്ഥാനാർത്ഥി. ഉദുമയിൽ BJP 2ാം സ്ഥാനത്താണ്. 1ാം സ്ഥാനത്ത് UDF-ന്റെ ലീഡ് 4266 ആകുമ്പോൾ ഉദുമ പോലൊരു മണ്ഡലത്തിൽ BJP ആണ് അവിടെ 2ാം സ്ഥാനത്ത് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട വലിയൊരു സൂചനയാണ്. ഉദുമ പോലുള്ള ഒരു സ്ഥലത്ത് BJP സ്ഥാനാർത്ഥി 2ാം മനോജ് ചേരുന്നുണ്ട്. ചാത്തന്നൂർ വിശേഷം മനോജ്. തീർച്ചയായും ചാത്തന്നൂരിനെ സംബന്ധിച്ചിടത്തോളം ഈ ആദ്യ റൗണ്ട് എണ്ണുമ്പോൾ NDAക്ക് വലിയൊരു നേട്ടമുണ്ടായിരിക്കുകയാണ്, വലിയൊരു മുന്നേറ്റം ഉണ്ടായിരിക്കുകയാണ്. 17 വോട്ടുകൾക്കാണ് BB ഗോപകുമാർ മുന്നിലായിട്ടുള്ളത്. എന്തായാലും ആദിച്ചനെല്ലൂർ പോലെയുള്ള പഞ്ചായത്തുകൾ സ്വാഭാവികമായും LDF-ന് സ്വാധീനമുള്ള പഞ്ചായത്തുകളിലാണ് എണ്ണിത്തുടങ്ങുമ്പോൾ തന്നെ NDAക്ക് ലീഡ് ഉയർത്താൻ കഴിഞ്ഞത്. എന്തായാലും ഇനി മറ്റ് റൗണ്ടുകൾ കൂടെ എണ്ണുമ്പോൾ കൃത്യമായും എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് അറിയാൻ സാധിക്കും. കാരണം ഒരു NDA ഒരു ട്രെൻഡ് ഉണ്ടാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ചാത്തന്നൂരിൽ. അത് നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണ ഘട്ടത്തിൽ തന്നെ നമുക്ക് മനസ്സിലായതാണ്. ഇത്തവണ വോട്ട് എണ്ണുമ്പോഴും ആ ലീഡ് അങ്ങനെ തന്നെ നിലനിർത്താൻ സാധിക്കുന്നുണ്ട്. ആദ്യം 17 വോട്ടുകൾക്കാണെങ്കിൽ ഇനി അങ്ങോട്ട് 2ാം റൗണ്ടിലേക്ക് കടക്കുമ്പോൾ ലീഡ് നില ഉയർത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ കൊല്ലത്തെ ഈ LDF-ന്റെ കോട്ടകളെല്ലാം തകരുന്ന ഒരു സാഹചര്യം. അതായത് 11 മണ്ഡലങ്ങളിൽ 8 ഇപ്പോൾ UDF ലീഡ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ NDA ചാത്തന്നൂരിൽ ലീഡ് ചെയ്യുന്നുണ്ട്. 2 മണ്ഡലങ്ങളിൽ മാത്രമാണ് LDF-ന് ലീഡുള്ളത്. എന്തായാലും 3 മന്ത്രിമാരടങ്ങുന്ന സ്ഥാനാർത്ഥികളാണ് ഈ കൊല്ലത്തെ വിവിധ മണ്ഡലങ്ങളിലായി മത്സരിച്ചത്. പക്ഷേ അവിടെയൊക്കെ തന്നെ വലിയ തരത്തിലൊരു പ്രതിസന്ധി നേരിടേണ്ടി വന്നിട്ടുണ്ട്. നമുക്ക് പത്തനാപുരത്തേക്ക് പോയി കഴിഞ്ഞാൽ KB ഗണേഷ് കുമാറിനെ പിന്നിലാക്കി അവിടെ UDF സ്ഥാനാർത്ഥിയായിട്ടുള്ള ജ്യോതികുമാർ ചാമക്കാല മുന്നിലേക്ക് വന്നത് കാണാൻ സാധിക്കും. മന്ത്രി J ചിഞ്ചുറാണി പിന്നിൽ പോയത്. അതായത് പരമ്പരാഗതമായി LDF-ന് വോട്ടുള്ള കടക്കൽ പോലുള്ള പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന ചടയമംഗലം മണ്ഡലത്തിൽ പോലും LDF-ന് കാലിടറിയിരിക്കുന്നു. പിന്നീട് കൊല്ലത്തേക്ക് വരുമ്പോൾ ഇരവിപുരം, ഏറ്റവും പ്രധാനപ്പെട്ടത് ഇരവിപുരത്ത് ഇത്തവണ RSP സ്ഥാനാർത്ഥിയായിട്ടുള്ള അഡ്വക്കേറ്റ് വിഷ്ണു മോഹൻ ലീഡ് ഉയർത്തി എന്നുള്ളതാണ്. അതായത് പരമ്പരാഗതമായി തന്നെ LDF-ന് അവിടെ ആരെ നിർത്തിയാലും വിജയിക്കുമെന്നുള്ള ഒരു ഉറപ്പുണ്ടായിരുന്ന ഒരു മണ്ഡലമാണ്. അവിടെയാണ് LDF സ്ഥാനാർത്ഥി. പറഞ്ഞാൽ മനോജിലേക്ക് തിരിച്ചു വരാം. ചെങ്കോട്ടകൾ ആടി ഉലഞ്ഞ് തലപരിശാകുന്ന കാഴ്ച വളരെ പെട്ടെന്ന് തമിഴ്നാട്ടിലേക്ക് MK സ്റ്റാലിൻ പിന്നിട്ട് നിൽക്കുന്നു. MK സ്റ്റാലിൻ കോഴിക്കോട് സൗത്തിൽ എത്ര വോട്ടുകൾക്കാണ് റെനീഷ് ലീഡ് ചെയ്ത് നിൽക്കുന്നത്? ഇപ്പോൾ കൗണ്ട് ചെയ്യുന്നത് ലീഗിന്റെ ഉരുക്കുകോട്ടകളാണോ? അവിടെ തീവ്ര മുസ്ലിം വോട്ടുകൾ ഉൾപ്പെടെ BJP-യിലേക്ക് വന്നു വേണം മനസ്സിലാക്കാൻ. എന്താണ് സംഭവിക്കുന്നത്? ഹർഷൻ. ഗൗതം, തീർച്ചയായും വലിയൊരു ചരിത്രം സൃഷ്ടിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. കോഴിക്കോട് സൗത്ത് മണ്ഡലത്തിൽ ഈ നിമിഷം, അതായത് പോസ്റ്റൽ വോട്ടുകൾ എണ്ണുമ്പോഴും അതിനുശേഷം പിന്നീട് ബാലറ്റ് വോട്ടുകൾ എണ്ണുമ്പോഴും T റിനീഷ്, സൗത്ത് മണ്ഡലത്തിലെ NTA സ്ഥാനാർത്ഥിയുള്ള T റിനീഷ് മുന്നിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ്. 350 വോട്ടിന്റെ ലീഡാണ് T റിനീഷിന് ഈ സമയം നിൽക്കുന്നത് എന്നുള്ളതാണ്. ആദ്യഘട്ടത്തിലൊക്കെ ഈ സമയം വോട്ടെണ്ണുന്നത് പ്രത്യേകിച്ച് മുസ്ലിം ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളിലെ വോട്ടുകളാണ് എണ്ണിയിരിക്കുന്നത്. അങ്ങനെ എണ്ണി വോട്ടിൽ നിന്നും ഈ റെനീഷാണ് മുൻപന്തിയിൽ നിൽക്കുന്നതെങ്കിൽ ആ വോട്ടുകൾ കൂടി റെനീഷിന് കിട്ടിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഈ 4 മണ്ഡലങ്ങളാണ് 4 ബൂത്തുകളാണ് എണ്ണിക്കഴിഞ്ഞിരിക്കുന്നത്. ആ ഫലം സൂചന പുറത്തു വന്നപ്പോഴാണ് 350 വോട്ടിന്റെ ലീഡ് T റിനീഷ് സ്വന്തമാക്കിയിരിക്കുന്നത്. കോഴിക്കോടിന്റെ മൊത്തം ഒരു സാഹചര്യം പരിശോധിക്കുകയാണെങ്കിൽ
UDF-ന് അനുകൂലമായിട്ടുള്ള ഒരു തരംഗം കോഴിക്കോട് ഉണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ തവണ 10 ഇടങ്ങളിൽ LDF ആയിരുന്നു സീറ്റ് ലഭിച്ചിരുന്നെങ്കിൽ ഇത്തവണ അത് മുഴുവൻ മാറി മറയുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇപ്പോൾ ഫലസൂചനകൾ, ആദ്യഘട്ടത്തിലെ ഫലസൂചനകൾ പുറത്തു വന്നപ്പോൾ കൊയിലാണ്ടി അടക്കമുള്ള ഈ LDF-നെ സംബന്ധിച്ച് ഒരു ഉരുക്കുകോട്ട എന്ന് പറയുന്ന കൊയിലാണ്ടിയിലടക്കം K. ദാസൻ LDF-ന്റെ സ്ഥാനാർത്ഥി പിന്നിലാണ്. അഡ്വക്കേറ്റ് പ്രവീൺ കുമാർ മുന്നിൽ ലീഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. കോഴിക്കോട് നോർത്തിന്റെ സാഹചര്യം അങ്ങനെയാണ്. കോഴിക്കോട് 10 ഇടങ്ങളിൽ അടക്കം LDF-ന്റെ കുത്തക സീറ്റുകൾ പലതും ഉണ്ടായിരുന്നു. അവിടെ മുഴുവൻ ഇളക്കം സംഭവിച്ചിട്ടുണ്ട്. ടീം ഒരൊറ്റ അപ്ഡേറ്റ് കൂടി. തമിഴ്നാടും ബംഗാളും ആസാമും. ബംഗാളിൽ BJP 124, TMC 119, കോൺഗ്രസ് 2. മറ്റേ പഴയ പാർട്ടിയുടെ ഒരു പൊടി പോലുമില്ല. തമിഴ്നാട് മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ്. TVK 86, പാലക്കാട് AIADMK 54, DMK 51, DMK 3-ാം സ്ഥാനത്തേക്ക് പോയി. പാലക്കാട് ശോഭാ സുരേന്ദ്രൻ 6834 വോട്ടുകൾ ശോഭ ചേച്ചിക്ക്, ഒപ്പം പിഷാരടിക്ക് UDF സ്ഥാനാർത്ഥി 4689. പക്ഷെ ഇപ്പോഴും എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ട് ഗൗതമേ. നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് അത് ആ നഗരഹൃദയങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി എന്നൊരു വലിയ ആശങ്കയുണ്ട്. നമുക്ക് അത്യാവശ്യമായിട്ട് നമുക്ക് അരുൺ ആലത്തൂരിനെ ഒന്ന് കിട്ടേണ്ടതുണ്ട്. സെഞ്ചുറിക്കരികെ UDF രഞ്ജിത്തേട്ടൻ തകർക്കുവാണ് കേട്ടോ. സെഞ്ചുറിക്കരികെ UDF തരംഗം എന്നൊക്കെ പറഞ്ഞു. രഞ്ജിത്തേട്ടാ, ഒരു സുനാമി തന്നെയല്ലേ രഞ്ജിത്ത്? തിരുവല്ലയിൽ അനൂപ് ആന്റണി മുന്നിട്ട് നിൽക്കുന്നു. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി മുന്നിട്ട് നിൽക്കുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അപ്പോ ഇപ്പൊ എത്ര സ്ഥലങ്ങളിലാണ് ഗൗതം പറയൂ? 5 സ്ഥലങ്ങളിൽ. മഞ്ചേശ്വരം, പാലക്കാട്. മഞ്ചേശ്വരം ഇപ്പം പുറകിലേക്ക് ജസ്റ്റ് മാറി മഞ്ചേശ്വരത്തിന്റെ ചരിത്രമേ അതാണ്. നിയമം നമുക്കറിയേണ്ടതുണ്ട്. നമ്മുടെ പ്രേക്ഷകർക്ക് അറിയേണ്ട കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കണം. യെസ്, എവിടെയൊക്കെ ലീഡ് ചെയ്യുന്നു NDA സ്ഥാനാർത്ഥികൾ? റനീഷ് വ്യക്തമായ മുൻതൂക്കം അല്ലേ? അതൊരു അസാധ്യമായ വിസ്മയം തന്നെയാണ്. ഇതുവരെ സംഭവിക്കാത്തതാണ്. അതും